And welcome to the new video. So in the last lecture, I have started discussion about economics of power transmission. So economics of power transmission കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസ് ആൻഡ് എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസും കെൽവിൻസ് ലോയും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെക്കൻഡ് പോയിന്റ് എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. സോ എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതൊക്കെ വെച്ചിട്ട് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഈസ് ഇൻക്രീസ്. ഇഫ് ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഈസ് ഇൻക്രീസ് ദെൻ ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ മെറ്റീരിയൽ റിക്വയർഡ് ഈസ് proportionally reduced and it reduces or decreases the expenditure on the conductor material. ഇപ്പോൾ ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് വെരി ഹൈ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടക്ടർ മെറ്റീരിയൽ കുറയും. അതുകൊണ്ട് തന്നെ കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ എക്സ്പെൻഡിച്ചർ കുറയും, കാരണം അത്രയും ലോങ്ങർ ഡിസ്റ്റൻസിലേക്കാണ് ആ സേവിങ്സ് വരുന്നത്. And as the transmission voltage is increased, the cost of insulating the conductors, cost of transformers, switch gears and other terminal apparatus also increases. അപ്പോൾ അവിടെ എന്താ പറയുക, മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ ഈ വോൾട്ടേജ് കൂടുന്നതിൻ്റെ ഒപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയേഴ്സ്, അതർ ടെർമിനൽ അപ്പറേറ്റസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, അതൊക്കെ ഹൈ വോൾട്ടേജിലേക്ക് മാറുകയാണ്. നമ്മൾ റേറ്റിംഗ് വോൾട്ടേജ് ലെവൽ കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഒക്കെ കോസ്റ്റ് എന്താവും, കൂടും. അപ്പോൾ നമുക്കൊരു ഒപ്റ്റിമം വോൾട്ടേജ് എന്ന് പറയുന്നത്, ഒപ്റ്റിമം ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഈസ് വൺ ബിയോണ്ട് വിച്ച് ദർ ഈസ് നത്തിങ് ടു ബി ഗെയിൻഡ് ഇൻ ദ മാറ്റർ ഓഫ് എക്കണോമി. ഇപ്പോൾ ഒരു ഒപ്റ്റിമം വോൾട്ടേജ് ഉണ്ടായിരിക്കും. അല്ലാണ്ട് വെറുതെ നമുക്ക് ഹയ്യർ 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 എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. കാരണം ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മെറ്റീരിയലുള്ള സേവിങ് കാരണം ഉള്ള ഒരു ലാഭം അവിടെ ഇല്ലാണ്ടാവും. അതായത് ആ ബിയോണ്ട് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ദർ ഈസ് നത്തിങ് ടു ബി ഗെയിൻഡ് ഇൻ ദ മാറ്റർ ഓഫ് എക്കണോമി. അപ്പോൾ പ്രത്യേകിച്ച് ഗെയിനൊന്നും ഇല്ല, വെറുതെ നമ്മൾ വോൾട്ടേജ് കൂട്ടുന്ന പോലെയാവും. അപ്പോൾ ആ ഒരു പോയിന്റിനെ, സോ ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഫോർ വിച്ച് the cost of conductors, cost of insulators, transformers, switch gears and other terminal apparatus is minimum is called the economical transmission voltage. So economical transmission voltage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ദ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള വോൾട്ടേജ് അല്ല. പിന്നെന്താണ്? The transmission voltage for which the cost of conductors, cost of insulators, transformers, switch gears and other terminal apparatus എല്ലാറ്റിൻ്റെയും കോസ്റ്റ് മിനിമം ആയിട്ട് നിൽക്കുന്ന ഒരു ഒപ്റ്റിമം പോയിന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് എക്കണോമിക്കൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് നമ്മളോട് പറയുന്നത്. പവർ ടു ബി ട്രാൻസ്മിറ്റഡ്, ദ ജനറേഷൻ വോൾട്ടേജ് ആൻഡ് ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ആർ അസ്യൂം ടു ബി നോൺ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്നു വിചാരിക്കുക. ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവർ, ജനറേഷൻ വോൾട്ടേജ്, എത്രത്തോളം ലെങ്ത്തിലാണ് നമ്മൾ വലിക്കുന്നത് എന്നുള്ളത് അറിയാം. ദെൻ ചൂസ് സം സ്റ്റാൻഡേർഡ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ആൻഡ് വർക്ക് ഔട്ട് ദ ഫോളോയിങ് കോഴ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ വോൾട്ടേജ്, നമ്മുടെ കയ്യിലുള്ള ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറും ജനറേഷൻ വോൾട്ടേജും ലെങ്ത് ഓഫ് ട്രാൻസ്മിഷനാണുള്ളത്. അപ്പോൾ നമ്മളൊരു വോൾട്ടേജ് ചൂസ് ചെയ്യണം. സേ ഒരു ഹയർ വോൾട്ടേജ് വേണമെങ്കിൽ ചൂസ് ചെയ്തെന്ന് വിചാരിക്കുക. അതായത് ഡിഫറെൻറ്റ് വോൾട്ടേജുകൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് ആദ്യം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യണം. കുറേ അതിൻ്റെ കോസ്റ്റ് എന്തൊക്കെയാണ് നമുക്കറിയാം. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസ്ഫോമേഴ്സ് വേണം. എവിടെയൊക്കെ? അറ്റ് ദ ജനറേറ്റിംഗ് ആൻഡ് റിസീവിംഗ് എൻഡ്സ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. ഫോർ എ ഗിവൺ പവർ ദിസ് കോസ്റ്റ് ഇൻക്രീസസ് സ്ലോലി വിത്ത് ദ ഇൻക്രീസ് ഇൻ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. സോ ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഈ ട്രാൻസ്ഫോമറിൻ്റെ കോസ്റ്റും കൂടും, കാരണം അത് ഹാൻഡിൽ ചെയ്യേണ്ട കപ്പാസിറ്റിയാണ് അവിടെ മാറുന്നത്. ദെൻ സ്വിച്ച് ഗിയർ, ദിസ് കോസ്റ്റ് ഓൾസോ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അതും നമുക്കറിയാം, വോൾട്ടേജ് ലെവൽ കൂടുമ്പോൾ സ്വിച്ച് ഗിയേഴ്സിൻ്റെ കാര്യം കൂടും. ലൈറ്റ്നിങ് അറസ്റ്റർ കോസ്റ്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി വിത്ത് ഇൻക്രീസ് ഇൻ ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് റാപ്പിഡ് ആയിട്ടാണ് ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക. ഇൻസുലേഷൻ ആൻഡ് സപ്പോർട്ട്സ്, അതും അതെ, ഇൻക്രീസസ് ഷാർപ്ലി വിത്ത് ഇൻക്രീസ് ഇൻ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ദെൻ ഫൈനലി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾ കണ്ടക്ടർ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറയാണ് ചെയ്യുക, കാരണം ആ ഒരു കാര്യമാണ് നമ്മൾ സേവിങ് എന്ന് പറയുന്നത് ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജ് വരുമ്പോൾ. സോ ദ കോസ്റ്റ് ഓഫ് ദ കണ്ടക്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോസ്റ്റുകൾ നമ്മളവിടെ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് എടുത്തിട്ട് ഇതിൻ്റെയൊക്കെ കോസ്റ്റ് കണക്കാക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദ സം ഓഫ് ഓൾ ദ എബോവ് കോസ്റ്റ് ഗിവ്സ് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഫോർ വോൾട്ടേജ് കൺസിഡർ. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു വോൾട്ടേജ് സേ 132 kV എന്ന് വിചാരിക്കുക. 132 kVക്ക് ഈ പറഞ്ഞ 5 എണ്ണത്തിൻ്റെയും കോസ്റ്റുകൾ കണ്ടു. അതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ എന്താ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ കിട്ടി. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഡിഫറെൻറ്റ് വോൾട്ടേജസിന് സേ ഒരു 220ക്ക് കാൽക്കുലേറ്റ് ചെയ്തു, 400ന് കാൽക്കുലേറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇതിലൊക്കെ പോസിബിൾ ആയിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഹൈ വോൾട്ടേജസിന്. അപ്പോൾ അതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുക? ദെൻ എ കർവ് ഈസ് ഡ്രോൺ ഫോർ ദ
ടോട്ടൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ എഗെയിൻസ്റ്റ് വോൾട്ടേജ്. ഇപ്പോൾ എക്സ് ആക്സിസിൽ വോൾട്ടേജ് എടുത്ത് വൈ ആക്സിസിൽ ടോട്ടൽ ഈ കോസ്റ്റ്, അതിനെ ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാം, കോസ്റ്റിൽ എഗെയിൻസ്റ്റ് പ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ഈ കർവിലെ ലോവസ്റ്റ് പോയിന്റ് ആയിരിക്കും നമ്മളുടെ എന്തായാലും എന്ത് പറയാം ഒപ്റ്റിമം ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലാണല്ലോ ഈ ഒരു വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ക്യാപിറ്റൽ കോസ്റ്റ് ആണ് ഏറ്റവും മിനിമം. അപ്പോൾ ഈ എല്ലാ സാധനങ്ങളിലും കൂടിയിട്ടുള്ള എന്താ പറയുക സമ്മാണ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റിൽ എല്ലാം കൂടിയിട്ടുള്ള മിനിമം ആയി വരുന്ന ഒപ്റ്റിമം പോയിന്റ് കിട്ടും എന്നുള്ള രീതിയിൽ പറയാം. സോ ദ ലോവസ്റ്റ് പോയിന്റ് പി as shown in figure on the curve gives the economical transmission voltage. അതിൽ നമുക്ക് OA ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്, and this is the optimum voltage for transmission. But this method of finding the economical transmission voltage is rarely used in practice as different costs cannot be determined with fair degree of accuracy. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു 5 കാര്യങ്ങളുണ്ടായിരുന്നു, ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയേഴ്സ്, ലൈറ്റ്നിങ് അറസ്റ്റർ, ഇൻസുലേഷൻ ആൻഡ് സപ്പോർട്ട്സ്, കണ്ടക്ടർ, ഇതിൻ്റെയൊക്കെ കോസ്റ്റ് അങ്ങനെ അത്ര കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല, ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം ഉപയോഗിക്കുന്നില്ല. പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എംപിരിക്കൽ ഫോർമുലാസ് ഉണ്ട്, അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു അമേരിക്കൻ പ്രാക്ടീസ് ആയിട്ടുള്ള എക്കണോമിക് വോൾട്ടേജ് ബിറ്റ്വീൻ ദ ലൈൻസ് ഇൻ 3-phase AC സിസ്റ്റം. അപ്പോൾ ലൈൻ വോൾട്ടേജ് പറയുന്നത് V ഈസ് ഈക്വൽ ടു 5.5 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 0.62 L പ്ലസ് 3P ഡിവൈഡഡ് ബൈ 150. ഇതാണ് ഒരു എന്താ പറയുക മോസ്റ്റ് എക്കണോമിക് എന്നുള്ള രീതിയിൽ പറയുന്ന വോൾട്ടേജ്. V ഈസ് ദ ലൈൻ വോൾട്ടേജ് ഇൻ KV ആൻഡ് P ഈസ് ദ മാക്സിമം കിലോ വാട്ട് പെർ ഫേസ് ടു ബി ഡെലിവേർഡ് ടു സിംഗിൾ സർക്യൂട്ട്. ഓക്കെ, സോ സിംഗിൾ സർക്യൂട്ടിലേക്ക് ഡെലിവർ ചെയ്യേണ്ട മാക്സിമം കിലോവാട്ട് പെർ ഫേസ് ആണ് P, ആൻഡ് L ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഇൻ കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനൊക്കെ എടുത്തിട്ടുണ്ട്, പവർ ടു ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഹാവ് ബീൻ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് both these factors influence the economic voltage of a transmission line greatly. ഇപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് അവിടെ ഭയങ്കരമായിട്ട് ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യും എക്കണോമിക് വോൾട്ടേജിനെ. ഏതൊക്കെ, പവർ ടു ബി ട്രാൻസ്മിറ്റഡും ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ. അതുകൊണ്ടാണ് അവരിനെ എടുത്തിട്ടുള്ളത്. ആ റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഇൻക്രീസ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ടെർമിനൽ അപ്പറാറ്റസ് ഈസ് ഡിക്രീസ്. ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ടെർമിനൽ അപ്പറാറ്റസിൻ്റെ ഇത് കുറവേ വരുള്ളൂ, റിസൾട്ടിങ് ഇൻ ഹയർ എക്കണോമിക് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ദെൻ അഗെയിൻ, if the power to be transmitted is large generating and transforming units can be employed, and this reduces the cost per kilowatt of the terminal station equipment. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള റിലേഷൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ എംപിരിക്കൽ ഫോർമുല, അമേരിക്കൻ പ്രാക്ടീസ് യൂസ് ചെയ്യുന്ന എംപിരിക്കൽ ഫോർമുല വന്നിട്ടുള്ളത്. V ഈസ് ഈക്വൽ ടു 5.5 സ്ക്വയർ റൂട്ട് ഓഫ് 0.62 L പ്ലസ് 3P ബൈ 150. ഓക്കെ, അപ്പോൾ ഇതാണ് all about economic choice of transmission